പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കേരളത്തിൽ ഒരുപക്ഷെ അങ്ങേ അറ്റം മുതൽ ഇങ്ങേ അറ്റം വരെ തീരപ്രദേശമുള്ള മറ്റൊരു ലോക്സഭാ മണ്ഡലം ഉണ്ടാകും എന്ന് തോന്നുന്നില്ല. തുറവൂർ മുതൽ കരുനാഗപ്പള്ളി വരെ ആലപ്പുഴ പാർലമെൻറ്റ് നിയോജക മണ്ഡലത്തിൻ്റെ ഒരു ഭാഗം തീരപ്രദേശമാണ്. ഇത്രയും നീണ്ട തീരപ്രദേശമുള്ള മണ്ഡലങ്ങൾ കേരളത്തിൽ ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. സുഹൃത്തുക്കളെ, ഈ മണ്ഡലത്തിൽ ഏറ്റവും അവസാനത്തെ കണക്കുകൾ പ്രകാരം ഏതാണ്ടൊരു 1.5 ലക്ഷം മത്സ്യത്തൊഴിലാളികൾ അധിവസിക്കുന്നുണ്ട്. 1.5 ലക്ഷം മത്സ്യത്തൊഴിലാളികൾ. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾക്ക് മത്സ്യത്തൊഴിലാളികളുടെ വിഷയങ്ങൾ ചർച്ച ചെയ്യാതെ പോകാൻ കഴിയില്ല. ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ എന്ന് പറയുമ്പോൾ ഗൗരവതരമായി ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾക്ക് മത്സ്യത്തൊഴിലാളികൾ നേരിടുന്ന പ്രശ്നങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യാനും ആ പ്രശ്നങ്ങൾക്ക് എന്തൊക്കെ പരിഹാരം കാണാൻ കഴിയും എന്നും പറയാതെ പോവാൻ കഴിയില്ല എന്നാണ് ഇവിടെ ഒരു ആലപ്പുഴ മണ്ഡലത്തിൽ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന എനിക്ക് എൻ്റെ വോട്ടർമാരോട് പറയാം. പക്ഷേ നിർഭാഗ്യവശാൽ ഈ 3 മുന്നണികളും, ഇടതുപക്ഷത്തെയും വലതുപക്ഷത്തെയും ബി ജെ പി മുന്നണിയുടെയും സ്ഥാനാർത്ഥികൾ ആലപ്പുഴ പാർലമെൻറ്റ് നിയോജക മണ്ഡലത്തിലെ മത്സ്യത്തൊഴിലാളികൾ നേരിടുന്ന പ്രശ്നങ്ങൾ എന്താണെന്നും ആ പ്രശ്നങ്ങൾക്ക് എന്താണ് പരിഹാരം കാണാൻ കഴിയുന്നത് എന്നുമുള്ള കാര്യങ്ങളെക്കുറിച്ചിട്ട് അവർ ഒരു ചർച്ചയും നടത്തിയിട്ടുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. സുഹൃത്തുക്കളെ, ഈ മത്സ്യത്തൊഴിലാളികളുടെ പ്രധാനപ്പെട്ട പ്രശ്നം എന്താ? മത്സ്യത്തൊഴിലാളികളുടെ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞാൽ ഓരോ ദിവസവും തങ്ങളുടെ ജോലി ചെയ്യാൻ പോകുമ്പോൾ തിരിച്ചു വരാനുള്ള സാധ്യത പോലും ഇല്ലാത്ത നിലയിലുള്ള ഒരു തൊഴിലെന്ന് പറയുന്നത് മത്സ്യമേഖല മാത്രം. അതായത് മത്സ്യത്തൊഴിലാളി മത്സ്യം പിടിക്കാൻ കടലിലേക്ക് പോയാൽ അവൻ ആ കടലിൽ പെട്ട് മരിച്ചു പോകാനുള്ളൊരു സാധ്യതയുണ്ട്. ദിവസവും ആ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള ഒരു തൊഴിൽ മത്സ്യമേഖല പോലെ കേരളത്തിൽ വേറൊന്നും ഉണ്ടാകും എന്നെനിക്ക് തോന്നുന്നില്ല. കാരണം വേറെ ഏത് തൊഴിലിന് പോയാലും നിങ്ങൾ തിരിച്ചു വരാനുള്ള സാധ്യത ഇല്ല. എന്നാൽ മത്സ്യമേഖലയിൽ അങ്ങനെയല്ല. നിങ്ങൾ ഏത് ദിവസം പോയാലും നിങ്ങളുടെ മൃതശരീരം തിരിച്ചടിയാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത്രയും കൂടുതൽ ഈ പറഞ്ഞ പോലെ അപകടകരമായിട്ടുള്ള സാഹചര്യങ്ങളിൽ ജോലി ചെയ്യുന്ന ഒരു മേഖലയാണ് മത്സ്യമേഖല. അതിപ്പോൾ ആലപ്പുഴ മണ്ഡലത്തിലല്ല, മറ്റ് സ്ഥലങ്ങളിലെയും അത് തന്നെ. എന്നാൽ കേരളത്തിലെ മത്സ്യമേഖല നേരിടുന്ന പ്രശ്നങ്ങൾ എന്താ സുഹൃത്തുക്കളെ? കേരളം സാമ്പത്തികമായൊക്കെ മുന്നോക്കം നിൽക്കുന്ന വളർച്ച നേടിയ സംസ്ഥാനമാണെന്ന് പറയുമ്പോഴും കേരളത്തിലെ മത്സ്യത്തൊഴിലാളികൾ വളരെ ദയനീയമായിട്ടുള്ള ജീവിത സാഹചര്യങ്ങളിലാണ് ജീവിക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ ഓർക്കേണ്ടതാണ്. ഞാൻ ചില്ലറ കണക്കുകൾ പറയാം. കേരളത്തിലെ പൊതുവിലുള്ള ജനങ്ങളുടെ ആയുർദൈർഘ്യം, ലൈഫ് എക്സ്പെക്റ്റൻസി 75 വയസ്സാണെങ്കിൽ മത്സ്യമേഖലയിൽ എത്രയാണെന്നറിയാമോ സുഹൃത്തുക്കളെ? വെറും 55 വയസ്സ്. അതായത് മത്സ്യമേഖലയിൽ മത്സ്യത്തൊഴിലാളികൾ ശരാശരി 55 വയസ്സ് വരെയാണ് ജീവിച്ചിരിക്കുന്നത്. അത് തന്നെ ആലോചിച്ച് നോക്ക്, ഇത്ര ഭീകരമായിട്ടൊരവസ്ഥയാണ്. എന്ന് മാത്രമല്ല അവരുടെ ജീവിത സാഹചര്യങ്ങൾ, അവർക്കുള്ള വീട്ടു സൗകര്യങ്ങൾ, അവർക്ക് കറണ്ട്, വെള്ളം, ആ സൗകര്യങ്ങളൊക്കെ നോക്കിയാലും കേരളത്തിലെ മറ്റ് പൊതുമണ്ഡലത്തെക്കാൾ വളരെ പുറകിലാണ് അവർ എന്ന് നമുക്ക് കാണാൻ കഴിയും. എന്നു മാത്രമല്ല അവരുടെ ഇടയിലുള്ള രോഗാതുരത, അവരുടെ ഇടയിൽ രോഗം എത്ര പേർക്കുണ്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ പൊതുമണ്ഡലത്തെക്കാളൊക്കെ തന്നെ രോഗാതുരരാണ്, മോർബിഡാണ് കേരളത്തിലെ മത്സ്യത്തൊഴിലാളികൾ എന്ന് നമുക്ക് മനസ്സിലാക്കാം. സുഹൃത്തുക്കളെ, അവരുടെ ജീവിത സാഹചര്യം നമ്മളൊന്ന് ആലോചിക്കും. എന്താണ് മത്സ്യമേഖലയുടെ പ്രധാനപ്പെട്ട പ്രശ്നം? മത്സ്യമേഖല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മത്സ്യബന്ധനം എന്ന് പറഞ്ഞാൽ ഒരു സീസണലാണ്. അതായത് ഒരു വർഷത്തിൽ ജനുവരി മുതൽ ഡിസംബർ വരെ ചെയ്യാൻ കഴിയുന്നൊരു പ്രവർത്തനമല്ല മത്സ്യബന്ധനം എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായും അത് ചില പ്രത്യേക മാസങ്ങളിൽ ചെയ്യുന്ന ഒരു പ്രവർത്തനമാണ്. അങ്ങനെ ചെയ്യുന്ന പ്രവർത്തനമാണ് എന്നുള്ളതിനേക്കാൾ ഉപരി മത്സ്യ ഉൽപ്പാദനം എന്ന് പറയുന്നത് എന്താണ്? അത് പെറിഷബിളാണ്. മത്സ്യം എല്ലാ കാലത്തും നിങ്ങൾക്ക് വെച്ച് മത്സ്യം വിറ്റുകൊണ്ട് പോകാൻ കഴിയില്ല. മത്സ്യം ചീഞ്ഞു പോകും. അപ്പോൾ സ്വാഭാവികമായും ഏതാനും മാസങ്ങൾ മാത്രമേ മത്സ്യബന്ധനം നടത്താവൂ എന്നുള്ളതും, മത്സ്യം ചീഞ്ഞു പോകുന്ന ഒരു ഉൽപ്പന്നമാണ് എന്നുള്ളത് കൊണ്ടും മത്സ്യത്തൊഴിലാളികളുടെ വിലപേശൽ കഴിവ് തുലവും കുറവാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അവരുടെ ബാർഗെയിനിങ് കപ്പാസിറ്റി, അവരുടെ വിലപേശൽ കഴിവ് കുറവാണ്. ഈ വിലപേശൽ കഴിവ് മുതലെടുത്തുകൊണ്ട് അവരെ ചൂഷണം ചെയ്യാനുള്ള വലിയ ഒരു ശൃംഖല കേരളത്തിൽ നിലനിൽക്കുന്നുണ്ട്. ഉദാഹരണത്തിന് ഒരു കൂട്ടം ആളുകൾ അവരോട് വന്നിട്ട് പറയും, നിങ്ങൾക്ക് ഞാൻ ഇത്ര രൂപ കടം തരാം. പക്ഷേ ഇത്ര രൂപ കടം തരാമെന്ന് പറയുമ്പോഴും
നിങ്ങൾ പിടിച്ചുകൊണ്ടുവരുന്ന മത്സ്യം ഇത്ര രൂപയ്ക്ക് എനിക്ക് തരണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ മത്സ്യം ചീഞ്ഞു പോകാനുള്ള അവസ്ഥ കൂടി മുതലെടുത്തുകൊണ്ട് വളരെ കുറഞ്ഞ വിലയ്ക്ക് മത്സ്യം തിരിച്ചു വാങ്ങുന്ന നിലയിലുള്ള ഒരു സംവിധാനം കേരളത്തിലൊട്ടാകെ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ മത്സ്യത്തൊഴിലാളികൾ വലിയ കടബാധ്യതയിലാണ് ജീവിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും കേരളത്തിലെ പൊതുസമൂഹവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ മത്സ്യത്തൊഴിലാളികൾ എന്നുള്ളത് ഏറ്റവും കൂടുതൽ ദുരിതപൂർണമായിട്ടുള്ള ജീവിത സാഹചര്യങ്ങൾ ജീവിച്ചു വരുന്നവരാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. പക്ഷേ മത്സ്യമേഖലയുടെ പ്രത്യേകത എന്താണെന്നറിയാമോ സുഹൃത്തുക്കൾ? ഒന്ന് രണ്ട് കണക്കുകൾ ഞാൻ പറയാം. അതായത് കേരളത്തിൽ നമ്മുടെ പ്രതിശീർഷ മത്സ്യ ഉപഭോഗമുണ്ട്. അതായത് പെർ ക്യാപിറ്റ ഫിഷ് കൺസംഷൻ എന്നാണ് നമ്മൾ പറയുന്നത്. അതായത് ഒരു വർഷം ഒരാൾ ശരാശരി എത്ര മത്സ്യം കഴിക്കും എന്നുള്ളതിനാണ് പ്രതിശീർഷ മത്സ്യ ഉപഭോഗം എന്ന് പറയുന്നത്. ആ പ്രതിശീർഷ മത്സ്യ ഉപഭോഗം ഇന്ത്യയിൽ 6 കിലോഗ്രാം ആണെങ്കിൽ കേരളത്തിൽ 12.5 കിലോഗ്രാം ആണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്ന് പറഞ്ഞാൽ ശരാശരി കേരളത്തിൽ ഒരു മനുഷ്യൻ ഒരു വർഷം 12.5 കിലോഗ്രാം മത്സ്യം കഴിക്കുന്നു. അഖിലേന്ത്യാ തലത്തേക്കാൾ ഇരട്ടിയാണ് കേരളത്തിലെ പെർ ക്യാപിറ്റ ഫിഷ് കൺസംഷൻ. ഇത് പിടിച്ചുകൊണ്ട് തരുന്ന ആരാ? ഇത് പിടിച്ചുകൊണ്ട് തരുന്ന മത്സ്യത്തൊഴിലാളിയാണ്. എന്ന് മാത്രമല്ല ഏറ്റവും കൂടുതൽ പ്രോട്ടീൻ കണ്ടൻറ്റുള്ള ഒരു ഉൽപ്പന്നവും കൂടി മത്സ്യമാണ് എന്നും നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം. അപ്പം നമ്മളുടെയൊക്കെ ആരോഗ്യം നിലനിർത്തുന്നതിൽ മത്സ്യത്തൊഴിലാളികൾക്കുള്ള പങ്ക് വളരെ വളരെ വലുതാണ്. ഒന്ന്. രണ്ട്, കേരളത്തിൽ നിന്ന് കേരളത്തിൽ നിന്ന് എല്ലാ വർഷവും ഏതാണ്ട് 5000 കോടി രൂപയുടെ മത്സ്യം കയറ്റുമതി ചെയ്യുന്നുണ്ട് സുഹൃത്തുക്കളെ. 5000 കോടി രൂപയുടെ വിദേശ നാണ്യം നേടിത്തരുന്ന മത്സ്യ ഉൽപ്പാദനം, കയറ്റുമതിക്കുള്ള മത്സ്യ ഉൽപ്പാദനം നടത്തുന്ന മത്സ്യത്തൊഴിലാളികളുണ്ട്. 5000 കോടി രൂപ ഒരു വർഷം കേരളത്തിൽ നിന്ന് മാത്രം. അപ്പോൾ ഇത്രയേറെ നമുക്ക് നമ്മുടെ ജീവിതത്തിന് വേണ്ടി പണിയെടുക്കുന്ന മത്സ്യത്തൊഴിലാളികൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ദുരിതപൂർണമായിട്ടുള്ള സാഹചര്യങ്ങളിലാണ് ജീവിക്കുന്നത്. ഈ ദുരിതപൂർണമായിട്ടുള്ള സാഹചര്യങ്ങളിൽ ജീവിക്കുന്ന മത്സ്യത്തൊഴിലാളികളുടെ ജീവിത ഉന്നമനത്തിന് വേണ്ടി ഏതു രാഷ്ട്രീയ പാർട്ടി എന്ത് ചെയ്തു എന്ന് നമുക്ക് പറയാൻ കഴിയും സുഹൃത്തുക്കളെന്ന് ചോദിക്കട്ടെ. ആലപ്പുഴ മണ്ഡലത്തിലെ മത്സ്യത്തൊഴിലാളി ഏറ്റവും ദുരിതപൂർണമായിട്ടുള്ള ജീവിതമല്ലേ അവരുടെ? ആ ദുരിതപൂർണമായിട്ടുള്ള ജീവിതത്തിൽ അടിസ്ഥാനപരമായ മാറ്റമുണ്ടാക്കാൻ CPM ഇടതുപക്ഷത്തിനോ വലതുപക്ഷത്തിനോ BJPക്കോ കഴിഞ്ഞിട്ടുണ്ടോ സുഹൃത്തുക്കളെ? കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. അതുകൊണ്ടാണ് പതിറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും കേരളത്തിലെ മത്സ്യത്തൊഴിലാളി സമൂഹം ഈ ദുരിതപൂർണമായിട്ടുള്ള സാഹചര്യങ്ങളിൽ ജീവിക്കുന്നത്. അവിടെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ എനിക്ക് ചില കാര്യങ്ങൾ ഇവിടുത്തെ വോട്ടർമാരോട് പറയാനുള്ളത്. സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന എന്നെ വിജയിപ്പിച്ചാൽ ആലപ്പുഴ പാർലമെൻറ്റ് മണ്ഡലത്തിലെ മത്സ്യത്തൊഴിലാളികളുടെ ജീവിത ദുരിതങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങളിൽ, ആലപ്പുഴ പാർലമെൻറ്റ് മണ്ഡലത്തിലെ മത്സ്യത്തൊഴിലാളികളുടെ ജീവിത പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് അവർ നടത്തുന്ന പോരാട്ടങ്ങളിൽ അചഞ്ചലമായി ഇടതടവില്ലാതെ ഇടപെട്ട് മത്സ്യത്തൊഴിലാളികളുടെ സാമൂഹിക സാമ്പത്തിക ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു സ്ഥാനാർത്ഥിയായിരിക്കും ഞാൻ എന്നുള്ള ഉറപ്പാണ് എനിക്ക് മത്സ്യത്തൊഴിലാളി സമൂഹത്തിന് നൽകാനുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ആലപ്പുഴ മണ്ഡലത്തിലെ മത്സ്യത്തൊഴിലാളികൾ വോട്ട് ചെയ്യാൻ 26-ാം തീയതി പോകുമ്പോൾ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ എന്നെ ഓട്ടോറിക്ഷ ചിഹ്നത്തിൽ വോട്ടുകൾ നൽകി എന്നെ വിജയിപ്പിച്ചാൽ മത്സ്യത്തൊഴിലാളികളുടെ ജീവിത ദുരിതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിൽ അവർക്കൊപ്പം ഏത് രാവും പകലും നിൽക്കാൻ തയ്യാറുള്ള ഒരു സ്ഥാനാർത്ഥിയായിരിക്കും ഞാൻ എന്ന് മാത്രമാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അതുകൊണ്ട് ഒന്നുകൂടി എനിക്ക് പറയാനുള്ളത്, ഈ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഓട്ടോറിക്ഷ ചിഹ്നത്തിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന അഡ്വക്കേറ്റ് KM ഷാജഹാൻ എന്നെ വിജയിപ്പിക്കണം എന്നാണ്.